എനിക്ക് തിരിച്ചു പോകണം. ബോട്ട് സാർ, എന്നെ ഒന്ന് കൂട്ടിട്ട് പോവോ? എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അഥവാ പേടിച്ച് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഗ്രാമത്തിലുള്ളവരോട് നീ എന്ത് പറയും? ഞാനൊരു കാര്യം പറയാം. ഞാൻ രക്ഷപ്പെട്ടതിന്റെ കാരണം എന്റെ പേടിയാണ്. പ്ലീസ് എന്നെ ഒന്ന് തിരിച്ചു കൂട്ടിട്ട് പോവോ? വേണ്ട, പേടിക്കണ്ട പേടിക്കണ്ട. ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. നോക്ക്, നീ കരയണത് കണ്ട് മുകളിലുള്ള ആളും കരയാൻ തുടങ്ങി. പൊളിച്ചെടുത്തല്ലോ. എന്നെ തല്ലിക്കോളൂ, എന്നെ തല്ലിക്കോളൂ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിലേ ഞാൻ ഇത്രയും വലിയ തെറ്റായ തീരുമാനം എടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ തല്ലണം, നല്ലോണം തന്നെ തല്ലണം. പിന്നെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു തെറ്റായ തീരുമാനം എടുക്കേല്ല. അതെ അതെ. എന്താ അച്ഛാ, എന്നൊന്ന് ഉറങ്ങാൻ സമ്മതിക്കേ? വാ, സൗണ്ട് ഉണ്ടാക്കാതെ വാ. അല്ല, ഇവരൊക്കെ എങ്ങോട്ടാ പോയത്? മോട്ടുപത്തിലോ, മോട്ടുപത്തിലോ, ഒന്ന് കണ്ണു തുറക്ക്. കണ്ടില്ലേ, റേസ് തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് വേഗം വരൂ. അവന്മാർക്ക് യൂണി ബൈക്ക് എവിടുന്നാ കിട്ടിയേ? അതൊന്നുമില്ല മോട്ടു, ആ ബാക്ക് പാക്ക് ഓപ്പൺ ചെയ്യ, അതിനുള്ളിൽ ഉണ്ടാവും. അതെയോ? ഞാനൊന്ന് നോക്കട്ടെ. എടാ, എന്തെങ്കിലും മര്യാദക്കുള്ളൊരു സാധനം കൊണ്ടുവന്നിരുന്നെങ്കിൽ. പൊളിച്ചെടുത്തല്ലോ. നീ എന്തൊക്കെയാ കാണിക്കുന്ന മോട്ടോ? അല്ല മോട്ടു, ഇതെന്ത് സാധന? ഒരു പിടിയില്ല പത്തിലു. പൊളിച്ചെടുത്തല്ലോ. എന്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാനാവുന്നില്ല. നമ്മുടെ യുണീക് ബൈക്ക്. പക്ഷെ ഇത് എങ്ങനെ ഓടിക്കേണ്ട വലിയേട്ടാ? ഇതൊരു ഹൈടെക് വീൽ സൈക്കിളാണ്. അത് തന്നെ ബാലൻസ് ചെയ്തോളും. നമ്മൾ സ്പീഡും ബ്രേക്കും മാത്രം കൺട്രോൾ ചെയ്താൽ മതി. അതെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മുന്നേ ഞാൻ. ഇപ്പൊ പോലും ചിലരെയൊക്കെ ഇവരകത്ത് ഉറങ്ങായിരിക്കും. അതെ, ജയിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. പത്തിലു, ഈ യൂണി ബൈക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. എടാ, രക്ഷിക്കണേ! മകനെ ഒന്ന് വേഗം വാടാ. എന്റെ അച്ഛനല്ലേ ഞാൻ പോലും ഇത്ര സ്പീഡിൽ പോകുന്നുണ്ട്. കാരണം നിങ്ങൾ എന്റെ അച്ഛനല്ലേ. വേഗം മോട്ടു, മോട്ടു, ഇനിയും വേഗം, ഇനിയും വേഗം. പത്തിലു, എടാ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ. ആൻഡ്രി ചേട്ടാ, ഉറങ്ങിക്കൊണ്ടിരുന്നതല്ല എണീറ്റെന്നാ തോന്നുന്നേ. നമുക്ക് അവരെ വീണ്ടും ഉറക്കാന്നേ. ഓപ്പടി, ടെൻഷൻ ആവാതെ. റോക്കി മൈതാനത്തിൽ ആദ്യം എത്തുന്നത് നമ്മളായിരിക്കും. വഴികൾ എത്തുമാത്രം ദുർഘടമായിരുന്നാലും ശരി, ജയിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. 500 കോടി രൂപ നമുക്ക് സ്വന്തം. അച്ഛാ, ഈ ഫ്രീ സ്റ്റൈൽ യൂണിസൈക്കിൾ ശരിക്കും അടിപൊളിയല്ലേ? എന്നെ പുറത്താണ് ശരിക്കും വണ്ടി ഓടിക്കാൻ നോക്കണ. പത്തിലുന്റെ ജോഡിയെ ജയിക്കൂ. എനിക്ക് വളരെ പേടിയാവുന്നു. ഞാൻ വേണമെങ്കിൽ ഇത് ഇറങ്ങി നടന്നു പോയിക്കോളാം. ഹണ്ടറിനെയും കോപ്പളിയെയും പിന്നിൽ തള്ളി ഇപ്പോൾ ബിഗ് ബുള്ളും സൈമണും നമ്പർ 1 ആയിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡിലായിരുന്നു, ഇപ്പൊ തേർഡായി.
കണ്ടു ചേട്ടാ, ഇവന്മാരെ ഇതേ നമ്മുടെ അടുത്തെത്തി. വരട്ടെ, നമുക്ക് നോക്കാം. എടാ മോനെ, നമ്മുടെ കുടുംബ പേര് കാത്തോളേ. അതെ അച്ഛാ. നമുക്ക് പിന്നെ കാണണ്ട. എന്റെ അമ്മോ അച്ഛാ, എനിക്ക് നല്ല വേദനയുണ്ട്. ദേ കണ്ടോടാ, എന്റെ ബൈക്ക് തകർന്നു പോയടാ. ഇനി ഞാൻ എന്ത് ചെയ്യടാ? നമ്മൾ ഈ മത്സരത്തിൽ തോറ്റേ. ഈ ഒരു engineer അല്ലടാ. ബുദ്ധി ഉപയോഗിച്ച് ഇത് നേരാക്കാൻ നോക്ക്, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോവും. ശരി അച്ഛാ, ഞാനിത് വേഗം ഇതൊക്കെ റെഡിയാക്ക്. അയ്യോ, ഇതെന്താ പറ്റിയേ? നിങ്ങൾക്ക് സഹായം വേണോ? അതൊന്നും വേണ്ട, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ബൈക്ക് റിപ്പയറിനെ കുറിച്ച് എല്ലാം അറിയാം. അച്ഛാ, അച്ഛാ വന്ന് കേറിയിരിക്കേ. നമുക്കിതിന് ഈവിൽ പാസ് വരെയേ പോകാൻ പറ്റൂ. ഞങ്ങളുടെ 500 കോടി ഞങ്ങളിതാ വന്നു. വണ്ടി എടുക്കടാ. എടാ പോരെ, വരാതെ പോരട്ടെ, പറ, പുറകോട്ട് പോകുന്നേ. പത്തിലും നിങ്ങൾ ആദ്യം പോകൂ, ഞങ്ങൾ പുറകെ തന്നെ വന്നോളാം. ഓക്കെ ചേട്ടാ, പെട്ടെന്ന് വന്നേക്കണം. എടാ പോരെ, അതിന്റെ എഞ്ചിനീയർ ആക്കിയ ചെലവെല്ലാം വേസ്റ്റ് ആണല്ലോടാ. വണ്ടി എന്തിനാണ് അങ്ങനെ പുറകോട്ട് ഓടിക്കുന്നത്? സോറി അച്ഛാ, സോറി. ഇപ്പോ 4 കോമ്പറ്റീറ്റേഴ്സ് കുറഞ്ഞിരിക്കുന്നു. Come on, വലിയേട്ടാ, വേഗാവട്ടെ, വേഗാവട്ടെ. അയ്യോ, വേണ്ടടാ. അയ്യോ, പതിലു, നിർത്തടാ, നിർത്തടാ, നിർത്തടാ. എടാ പതിലു. അയ്യോ, അയ്യടാ, വേണ്ട, രക്ഷിക്കടാ. അയ്യോ, ബാലൻസ് പോകടാ. നമ്മൾ ഈ മാപ്പ് ഉപയോഗിച്ച് ഈവിൽ പാസ് മൗണ്ടൈൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഞാൻ കാണാൻ നിങ്ങൾ ഇത്ര സുന്ദരമായിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ. Yes. Yes. അറിയത്തല്ല. ഇത് എന്തൊരു അപകടം നിറഞ്ഞ റേസാണ്. ഞാൻ പേടിച്ച് ആദ്യം എത്തി. ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? അവന്റെ അടുത്ത് ഗണ്ണുണ്ട്. അയ്യോ വേണ്ട. എന്താ പറ്റിയ? അയാളുടെ കയ്യില് കണ്ണുണ്ട്. സോറാവർ, എന്താ പറ്റിയ നിനക്ക്? നിക്ക് സോറാവർ, എന്താ താൻ ചെയ്യുന്നേ? വാണ്ടേ
ഏട്ടാ. മോട്ടും പത്തിലും പോകുന്നില്ലേ? എനിക്ക് വരാൻ പറ്റില്ല. എന്റെ തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് തല ഇറങ്ങുന്നു. ഈ മത്സരത്തിൽ മോട്ടും പത്തിലും ആണ് ജയിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഒരു കളിയിൽ പോലും അവരുടെ അടുത്ത് ജയിച്ചിട്ടില്ലെന്നേ. ഞാൻ നിങ്ങളെ തടയുന്നത് കണ്ടോ? സൊറാവർ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. വേണ്ട വേണ്ട വേണ്ട. ദൈവമേ ദൈവമേ രക്ഷിക്കണേ ഞങ്ങളെ. സൊറാവർ സൊറാവർ വേണ്ട. വേഗം ജമ്പ് ചെയ്യും മോട്ടു. അയ്യോ ദേ പോവാ. മുകളിലേക്ക് വാ. ബൈ ബൈ കൂട്ടുകാരെ. ബൈ ബൈ. പത്തിലു ഇനി എന്തോരം ഓടാനുണ്ട്. ഈ ഫ്ലോട്ടിംഗ് മൗണ്ടൻ തീരുന്നത് പോലും ഇല്ലല്ലോ. പിന്നെ ആ സൊറാവറിന് എന്താ സംഭവിച്ചത് പോലും മനസ്സിലാവുന്നില്ല. ആ അതെ മോട്ടു, ഇതിൽ ആലോചിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാ എല്ലാവരെക്കാളും ഭയന്നിരുന്നതും എല്ലാവരെക്കാളും പിന്നാലെ ഇരുന്നതുമായ ജൊറോബർ ഇപ്പൊ എല്ലാവരെക്കാളും മുൻപിലാണുള്ളത്. നിൽക്ക്, ഇവിടെ തന്നെ നിൽക്കും മോട്ടു. നമ്മളിപ്പോ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പത്തിലു നമ്മള് ഫസ്റ്റായി, നമ്മള് ഫസ്റ്റായി. അതാരാണ്? അത് ശരി, സൊറാവറോ? എടാ നീ ഞങ്ങളെക്കാളും മുമ്പ് എത്തിയോ? സൊറാവർ, നിനക്ക് പെട്ടെന്ന് എന്താ ഈ സംഭവിച്ചേ? യാത്ര തുടങ്ങിയപ്പോ നീ വളരെ പേടിച്ച് വിറച്ചായിരുന്നല്ലോ ഇരുന്നേ. എന്നിട്ട് വിജയത്തിന് അടുത്ത് എത്തിയപ്പോ നീ ഞങ്ങളെ ആക്രമിച്ചു. സൊറാവർ, ഞങ്ങൾക്കറിയാം ഇതെല്ലാം നീ ചെയ്യുന്നത് നിന്റെ ഗ്രാമത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന്. സൊറാവർ ചേട്ടാ, ആശംസകളുണ്ട്. നിങ്ങളുടെ ഗ്രാമം രക്ഷപ്പെടും. നിങ്ങൾക്ക് 500 കോടി കിട്ടിയല്ലേ? ഞങ്ങൾക്ക് 300 കോടി തന്നെ ധാരാളമാണ്. ഗ്രാമം രക്ഷപ്പെടുന്നു. ഞാൻ എന്റെ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ രണ്ടുപേരും വെറും പാവമാണ്. ഈ കേസിൽ ആർക്കും ഒരു കാശും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് ഇത്രയും ദൂരം സുരക്ഷയോടെ വരണം. അതുകൊണ്ട് ഞാൻ റേസിനെ കാരണം കാട്ടി നിങ്ങൾ എല്ലാവരെയും ട്രാപ്പ് ചെയ്തു. റേസ് എല്ലാം കെട്ടുകഥയാ. നിങ്ങൾക്ക് ഇനി തിരിച്ചു പോകാം. ഇതിനേക്കാളും നല്ലത് നീ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങായിരുന്നു. ഈ സ്ഥലം 2 നാടിന്റെ നടുക്കുള്ള നോമാൻസ് ലാൻഡ് ആണ്. ഇതിന്റെ മുകളിൽ കൂടി ഹെലികോപ്റ്റർ വലതും പറക്കുവാണെങ്കിൽ 2 നാടിന്റെയും റേഡാറും ഒന്നു ചേർന്ന് അതിനെ ഡിറ്റക്ട് ചെയ്തേക്കും. പിന്നെ ഇവിടെ ബോംബ് കൊണ്ടുള്ള അറ്റാക്ക് ആയിരിക്കും. ഈ കാര്യം മുഴുവനും ലോകമറിയും. ഞാൻ ഇവിടെ വരുന്ന കാര്യം ആരും അറിയരുതെന്നായിരുന്നു എന്റെ ഉദ്ദേശം. എന്തുകൊണ്ട്? അങ്ങനെ എന്ത് സീക്രട്ടാണ് ഇവിടെ ഉള്ളത്? അത് എന്റെ സീക്രട്ട് ആണ്. അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ സംബന്ധിച്ചോളം ഈ റേസ് അവസാനിച്ചു. Now you go back. എന്ത്? ഞാൻ പോവുകയാണ്. എടാ സൊറാവർ, Bye. സൊറാവർ, സൊറാവർ, നീ എന്ത് ചെയ്യാൻ വന്നതാണോ അത് നിന്നെ കൊണ്ട് ഞങ്ങൾ സാധിപ്പിക്കില്ല. ഓ, സൊറാവർ, മോട്ടു! സൊറാവർ, ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല. നീ എവിടെ വരെ പോകും? ഞാൻ ഈ മിഷനിൽ ജയിക്കാൻ പോകുന്നത് ആർക്കും ഇനി തടയാൻ കഴിയില്ല. എവിടെ പോയി? അയ്യോ എടാ പത്തിലു, ഈ പാരാഷൂട്ട് തുറക്കണ ഹാൻഡിൽ എവിടെയാടാ? മോട്ടു, നമ്മുടെ ബാക്ക് പാക്കില് പാരഷൂട്ട് എന്ന് പറഞ്ഞൊരു സാധനമല്ല. അവനുള്ള പാരഷൂട്ട് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്ത്? പക്ഷെ ഇത് ചീറ്റിംഗ് അല്ലേ? റേസ് ആണ്, കോമ്പറ്റീഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും നിയമം ഒരേപോലെ ആയിരിക്കട്ടെ പത്തിലു. മോട്ടു, മോട്ടു! ഞാൻ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു ഡയമണ്ട് വാലി. മോട്ടു, വേഗം അവന്റെ പാരഷൂട്ടിൽ പോയി ലാൻഡ് ചെയ്യാം. വാ, നമുക്ക് രക്ഷപ്പെടാൻ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. കലക്ക് മോട്ടു. എന്താ ഇത്? ആരാണ് മേലെ? എടാ പത്തിലു, എനിക്ക് എന്താണ് ഇങ്ങനെ തോന്നുന്നത്? അതായത് ഞാൻ താഴോട്ട് തെന്നിപ്പോവാ. എന്റെ സൊറാവർ ചേട്ടാ,
ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടാ പോണേ? നിങ്ങൾ എവിടെ പോവാണേലും ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് പോ. സൊറാവറിനെ വിടാൻ പാടില്ല. ഇനി വിട്. വിടാനാ പറഞ്ഞെ. നിങ്ങളെ കൊണ്ട് തോറ്റല്ലോ. മുറുക്കി പിടിച്ചോ. കേസ് അവസാനിച്ചില്ലേ? അല്ല, ഞങ്ങള് നിങ്ങളെ അത്ര പെട്ടെന്ന് വിടാൻ പോകുന്നില്ല. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ചെയ്യാൻ പോവെന്നാ തോന്നുന്നേ. പത്ലു, ഇത് നമ്മൾ ഏത് ലോകത്താണ് എത്തിയത് പത്ലു? ഇവിടെ എല്ലാ സാധനങ്ങളും തലതിരിച്ചാണല്ലോ. ഇല്ല, ആകാശത്ത് നിന്ന് വീണ് മരത്തിന് കുടുങ്ങിയിരിക്കുക. മോട്ടിപ്പത്തിലു, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും മടങ്ങിയില്ലേ പോകാൻ പറഞ്ഞേ? പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഇനി ഇവിടെ തന്നെ തലകുത്തനെ തൂങ്ങി കിടന്നോളൂ. ശരി, ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണെന്ന് നോക്കാം. ഡയമണ്ട് വാലി കേവ്. യെസ് യെസ്, ഞാനിപ്പോൾ ശരിയായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ബൈ ബൈ മോട്ടുപത്തിലു. റേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. അത് നിന്റെ ദി എൻഡ് കൊണ്ടേ തീരൂ. ഇത് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നുണ്ടല്ലോ. എന്തൊരു രസമാണ്. അതും എണ്ണാൻ പറ്റാത്ത അത്രേ. യെസ് യെസ്, ഞാൻ വാലി ഓഫ് ഡയമണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. എനിക്ക് മാത്രം ആ ബാഡ് ഷേപ്പ് ഡയമണ്ട് കിട്ടുവാണെങ്കിൽ ഞാനായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. എല്ലാരേക്കാളും ശക്തിവാനുമായിരിക്കും. ഇതാണ് ലാസ്റ്റ് ചാലഞ്ച്. ഇതിന്റെ അങ്ങേ ഭാഗത്തുണ്ട് ഒരു പവർ. അതെന്നെ ഈ ലോകത്തിന്റെ പവർഫുൾ ആൻഡ് കോടീശ്വരനാക്കി മാറ്റും. മോട്ടു, പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും മോട്ടു. എങ്ങനെയാടാ ഇതൊന്ന് പുറത്തിറങ്ങട്ടെ? ഇതിനകത്തേക്കാ പോയത്. വാ, നമുക്ക് അവരെ കണ്ടുപിടിച്ചാ പറ്റൂ. പത്ലു, ഈ കേവ് ഫുൾ ഓഫ് ഡയമണ്ട്സ് ആണല്ലോ. എനിക്ക് തോന്നുന്നു ഇതാണ് വാലി ഓഫ് ഡയമണ്ട്സ്. നീ പറഞ്ഞത് ശരിയാണ് മോട്ടു. ഇതിനു വേണ്ടിയാണ് ആ സൊറാവർ ഇത്രയും അധികം റിസ്ക് എടുത്തിരിക്കുന്നത്. Watch India's largest kids library only on Jio Hotstar. Download the app now.